بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 56, 57 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഇന്നക ലാ തഹ്ദീ, ഇന്നക ഇതിൽ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്ന നൽകി ഇന്നക എന്ന് ഉച്ചരിക്കുക. ലാ തഹ്ദീ, ഹ ഹർഫുൽ ഹൽഖാണ്, ഹ പോലെ ആയി പോകുന്നത് സൂക്ഷിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഇന്നക ലാ തഹ്ദീ, ലാ തഹ്ദീ മൻ അഹ്ബബ്ത, മൻ അഹ്ബബ്ത, മൻ എന്നതിലെ സാക്കിനത്ത നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. മൻ അഹ്ബബ്ത, ഈ പദത്തിൽ ബാഇന് സുക്കൂൻ വരുന്നുണ്ട്. ഖൽഖല സുഗ്റ നൽകി ബാഇന്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ച് ഉച്ചരിക്കുക. മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ, നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലാകിന്ന ഇതിൽ 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്ന നൽകി നൂനിനെ മണിക്കണം. വലാകിന്നല്ലാഹ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. വലാകിന്നല്ലാഹ, ഇസ്മുൽ ജലാലയിലെ ലാം തൊട്ടു മുമ്പിൽ ഫത്ഹ വന്നതുകൊണ്ടാണ് അങ്ങനെ തഫ്ഖീം ചെയ്യുന്നത്. ഈ അല്ലാഹ് എന്ന പദത്തിലാണ് ലാമിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അവസ്ഥ ഉള്ളത്. വലാകിന്നല്ലാഹ, ഇവിടെ ലാമിന്റെ മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. യഹ്ദി, നേരത്തെ പറഞ്ഞ ലാ തഹ്ദി എന്ന് ഹാഇന്റെ ഉച്ചാരണം ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. യഹ്ദി മൻ യശാ, ഇവിടെ മൻ എന്നതിലെ സാക്കിൻ താനൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ യശാ, ഇതിലുള്ള അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. വഖഫിന്റെ സന്ദർഭമായതിനാൽ 6 ഹറക്കത്തിന്റെ അളവിൽ വേണമെങ്കിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. യശാ എന്നാൽ 4 ഹറക്കത്തിന്റെ അളവിൽ മധ്യം വിധത്വം സ്വീകരിച്ച് അവിടെ മതിയാക്കാവുന്നതുമാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കുക എന്നതാണ് സാധാരണയായി മദ് മുത്തസിൽ വാജിബിന്റെ വിധി. മൻ യശാ വഹുവ അഅലമു, വഹുവ വാവുകൾ വ്യക്തമായി ചുണ്ടിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. 2 ചുണ്ടുകൾ ചേർത്ത് വാവ്. വഹുവ അഅലമു, അഅലമു ഐന് വ്യക്തമാക്കുക, തവസ്സുത്തിന്റെ ഹർഫാണ്. അഅലമു ബിൽ മുഹ്തദീൻ, മുഹ്തദീൻ വീണ്ടും സാക്കിനത്തായ ഹ വരുന്നു. വഖാലു, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചുച്ചരിക്കുക. വഖാലു, ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. ഇതിലുള്ള വാവിന് ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിലാണ് ഹംസ വരുന്നത്. ഇവിടെ 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വേണമെങ്കിൽ ഒഴിവാക്കി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കുകയും ആവാം. വഖാലു ഇന്നത്തബിഇൽ ഹുദ, ഇൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷമുള്ള നൂനിൽ ലയിപ്പിച്ച് മണിക്കണം. ഇത് ബിഗുന്ന കാമിൽ. ഇന്നത്തബിഇൽ ഹുദ, ഇവിടെ നത്തബി എന്ന ഐനിന്റെ സുക്കൂൻ ശേഷം ലാമിനും സുക്കൂൻ വരുന്നതിനാൽ ഇൽതിഖാഉ സാക്കിനൈൻ 2 സുക്കൂനുകൾ അടുത്തായി വരുന്നു എന്ന കാരണം ഉള്ളതിനാൽ പരിഹരിക്കുവാനായി ഐനിന്റെ സുക്കൂനിന് കസ്റ നൽകി ഹറക്കത്ത് തഹ്രീക്ക് എന്ന പരിഹാരം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തബിഇൽ
ഇന്നത്തബിഇൽ ഹുദ എന്ന് വായിക്കുകയാണ് വേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഇന്നത്തബി എന്ന് സുക്കൂനും നൽകുന്നു. അഥവാ അതിൻ്റെ അസ്ല് തന്നെ സുക്കൂനാണ്. വഖഫിന്റെ സന്ദർഭത്തിൽ സ്വാഭാവികമായും തസ്കീൻ എന്ന രീതി സ്വീകരിക്കുക എന്നത് മുതഹരിക്കാണെങ്കിലും ഉള്ള നിയമമാണ്. ഏതായിരുന്നാലും ഇവിടെ ഇൻ എന്നതിൻ്റെ ശേഷം വന്ന പദമായതിനാൽ അവിടെ ജസ്മാണ് അഥവാ സുക്കൂനാണ് ഐനിനുള്ളത്. ഇന്നത്തബിഇൽ ഹുദ മഅക നുതഖത്തഫ് ഈ രണ്ടക്ഷരങ്ങൾക്കും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. നുതഖത്തഫ് മിൻ അർദിന സാകിനത്തായ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അർദിന റാഇന് തഫ്ഖീം, ضادനും കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. അവലം നുമക്കിൻ ലഹും അവലം സാകിനത്തായ മീം ശേഷം നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. നുമക്കിൻ എന്നതിലെ സാകിനത്തായ നൂൻ ശേഷം ലാം ഇദ്ഗാം ബിഗൈരി ഗുന്ന മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കുക. നുമക്കില്ലഹും ഇവിടെ നൂനിന്റെ ശബ്ദം അല്പം പോലും കേൾക്കാൻ പാടില്ല. ലാമിന്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നുമക്കില്ലഹും ഹറമ ലഹും എന്നതിലെ സാകിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹറമൻ ആമിന ഹറമൻ റാഇ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഹറമൻ എന്നതിലെ തൻവീൻ ശേഷം ഹംസ ഇവിടെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കുക. ഹറമൻ ആമിനൻ യുജിബ ആമിനൻ തൻവീൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ആമിനൻ യുജിബ ജീമിന്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. യുജിബ ഇലൈഹി യുജിബ ഇതിലെ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫ് മഖ്സൂർ എന്നാണ് ഈ അലിഫിന് പറയുക. മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യുജിബ ഇലൈഹി സമറാതു റാഇനും അലിഫിനും തഫ്ഖീം നൽകി തടിപ്പിക്കണം. സമറാതു കുല്ലി ഷൈഇർ റിസ്ഖാ കുല്ലി ഷൈഇർ റിസ്ഖാ ഇവിടെ ഷൈഇൻ എന്നതിലെ തൻവീനിനെ പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന ഷൈഇർ റിസ്ഖം മിൻ ലദുന്ന റിസ്ഖാ എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ചേർത്ത് വായിക്കുമ്പോൾ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി റിസ്ഖം മിൻ ലദുന്ന എന്ന് ഉച്ചരിക്കുക. മിൻ ലദുന്ന സാകിനത്തായ നൂൻ ശേഷം ലാം ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് നൂനിനെ മണിക്കാതെ ഉച്ചരിക്കുക. മിൻ ലദുന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വീണ്ടും വലാകിന്ന ഇവിടെയും നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്നത്ത് നൽകി. മിൻ ലദുന്ന വലാകിന്ന അക്സറഹും കാഫിനെ ശിദ്ദത്ത് കൊടുക്കണം. ഹംസ് എന്നീ സിഫത്തുകളുണ്ട്. അക്സറഹും ലാ യഅലമൂൻ അക്സറ റാഇന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. സാകിനത്തായ മീമും ശേഷം ലാമും അക്സറഹും ഹും എന്നതിലെ മീം അതിനെ മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവിയാണ്. അക്സറഹും ലാ യഅലമൂൻ. أعوذ بالله من الشيطان الرجيم. إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين.
وقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون